എന്തായാലും പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ പുക ശ്വസിച്ചല്ല മരണമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. രാഹുൽ കെ വി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്താണ്? അതായത് പുക ശ്വസിച്ചുള്ള മരണമല്ല മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ ഉണ്ടായത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമികമായി തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. എല്ലാവരും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളായിരുന്നു. ഏതായാലും പുകയുടെ ആ വിധത്തിലുള്ള വലിയ സാന്നിധ്യം അവരുടെ ശ്വാസകോശത്തിലടക്കം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് ഏതായാലും വ്യക്തമാകുന്നത്. വയനാട് മേപ്പാട് സ്വദേശിയായ നസീറ, കോഴിക്കോട് മേപ്പയൂർ സ്വദേശി ഗംഗാധരൻ, വെസ്റ്റ് ഹിൽ സ്വദേശി ഗോപാലൻ, വടകര സ്വദേശി സുരേന്ദ്രൻ എന്നിവരാണ് മരിച്ചത്. ഇവരെല്ലാവരും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളായിരുന്നു. അതാണ് മരണത്തിലേക്ക് കാരണമായത് എന്നുള്ളത് കൂടിയാണ്. നസീറ വിഷം കഴിച്ചതിനെ തുടർന്നാണ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. ബാക്കിയുള്ള ആളുകൾ ഒക്കെ തന്നെയാകട്ടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ, 2 പേർ വെന്റിലേറ്റർ സഹായത്തിൽ ജീവൻ നിലനിർത്തിയിരുന്ന ആളുകളാണ്. ഏതായാലും അവരെ ഈ വളരെ പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റിയിൽ നിന്ന് ഈ അപകടമുണ്ടായ സമയത്ത് പുറത്തേക്ക് ഇറക്കിയിരുന്നു. ഈ പുക ശ്വസിച്ചല്ല, ഈ തീപിടുത്തം അതിന് പിന്നാലെ ഉയർന്ന വലിയ അളവിലുള്ള പുക, പ്ലാസ്റ്റിക് കത്തിയതിന് പിന്നാലെ ഉണ്ടായ പുകയാണ്. അത് ശ്വസിച്ചുള്ള മരണമല്ല. ശ്വാസകോശത്തിൽ ആ വിധത്തിലുള്ള സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമികമായി തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് അധികൃതർ നേരത്തെ തന്നെ വിശദമാക്കിയതും പ്രതികരിച്ചതും ആദ്യഘട്ടം മുതൽ തന്നെ പ്രതികരിച്ചതും ഒക്കെ അതുതന്നെയാണ്. ഈ അപകടം ഏതായാലും മരണത്തിന് കാരണമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്നാണ് പ്രിൻസിപ്പൽ ആദ്യഘട്ടം മുതൽ തന്നെ പ്രതികരിച്ചതും രാവിലെ അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടം പ്രാഥമികമായ പരിശോധനയിലും അതുതന്നെയാണ് പുറത്തേക്ക് വരുന്നത്. എന്തുതന്നെയായാലും ഈ മരണം വിശദമായി അന്വേഷിക്കാൻ ഒരു വിദഗ്ധ സംഘത്തെ ആരോഗ്യ വകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാത്രമല്ല മറ്റു മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിയൊരു സംഘമാണ്. അവർ ഈ പരിശോധനാ ഫലമൊക്കെ വിശദമായി നോക്കിയതിനു ശേഷം ഒപ്പം തന്നെ രാസ പരിശോധന ഫലം, ആന്തരികാവയവങ്ങളുടെ പരിശോധന കൂടി വരേണ്ടതുണ്ട്. എന്തായാലും പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ മരിച്ച ആരും പുക ശ്വസിച്ചല്ല മരിച്ചതെന്നാണ് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ബന്ധുക്കൾ ആവർത്തിച്ച് പരാതി ഉന്നയിച്ചിരുന്നു. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പോസ്റ്റ്മോർട്ടം നടത്താം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ പുക ശ്വസിച്ചല്ല മരണമെന്ന് എന്ന വിവരമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇനി ഇതിൽ തുടർ നടപടികൾ അല്ലെങ്കിൽ തുടർ പരിശോധനകൾ ഉണ്ടാകുമോ രാഹുൽ? തുടർ പരിശോധനകൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. അതിലും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി അത് വിശദമായി തന്നെ പരിശോധിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റു മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരെ ഉൾപ്പെടുത്തിയുള്ള വിദഗ്ധ സംഘമാണ്. ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക ഫലം മാത്രമാണ്. ഇവരുടെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വിധത്തിലുള്ള പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിളുകൾ അയക്കുന്നുണ്ട്. ആ പരിശോധനാ ഫലങ്ങൾ കൂടി വരുമ്പോഴാണ് പോസ്റ്റ്മോർട്ടം അത് പൂർണ്ണമാവുക, റിപ്പോർട്ട് പൂർണ്ണമാവുക. ആ സമയത്താണ് ഏതായാലും ഒരു വ്യക്തമായ നിഗമനത്തിലേക്ക് എത്താൻ കഴിയുക എന്നാണ് ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെ വിശദീകരിക്കുന്നത്. ഇപ്പോൾ പ്രാഥമികമായാണ്, വിശദമായ പരിശോധന ഉണ്ടാകും. ഏതെങ്കിലും വിധത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് ആരോഗ്യമന്ത്രി പ്രതികരിച്ചത്. രാഹുൽ കെ വിയാണ് വിവരങ്ങൾ നൽകിയത്.